ഹലോ, ഇന്ന് കുറച്ചധികം ഷോപ്പിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഈവനിങ് ആയാലും വിചാരിച്ചു കണ്ണൂർ പോവാന്ന്. ഇന്ന് മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല വെയിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഈവനിങ് ആയാലും കണ്ണൂരേക്ക് പോയി. സർപ്ലസിൽ പോയിട്ട് 2-3 ടോപ്പുകൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ കണ്ണൂരേക്ക് പോകുമ്പോൾ എപ്പോഴും ലേറ്റ് ആവലുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 5 മണി ആവാണ്ട് കണ്ണൂരേക്ക് പോക്കില്ല. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങും. അങ്ങനെ നേരെ സർപ്ലസിലേക്കാണ് പോയത്. പക്ഷേ എനിക്ക് കാര്യമായിട്ട് ടോപ്പുകളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, നല്ലതൊന്നും കിട്ടിയിട്ടില്ല. ചില സമയത്ത് നല്ലത് കിട്ടും. കുറേയെല്ലാം ഞാൻ എടുത്തിട്ടെല്ലാം നോക്കി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. 2 നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിന് ഡാമേജ് ഉണ്ട്. സർപ്ലസിൻ്റെതായതുകൊണ്ട് ചിലതിന് ഡാമേജ് ഉണ്ടാവും, ചിലത് നല്ലത് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ അവിടെ നിന്ന് 2 സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 kgക്ക് 888 ആണ് വരുന്നത്. ഞാൻ ഈ വെയർ ചെയ്തത് എൻ്റെ ഷോപ്പിലെ ഡ്രസ്സാണ്. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുത്തതിന് ശേഷം അമ്പക്കും 2-3 ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായി. അമ്പക്കും ടീഷർട്ട് എടുക്കുന്നതിൽ ഞാൻ നല്ലോണം പ്രോത്സാഹിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഞാനും യൂസാക്കും, ഓറ് യൂസാക്കും. പിന്നെ മറിയോ ആടുന്ന ഓടിയിട്ട് ചാടിയിട്ടെല്ലാം കളിക്കുന്ന അതിൻ്റെ സൈഡിൽ നിന്ന്. ആ ഡ്രസ്സ് സെലക്ട് ആക്കുമ്പോഴേക്ക് ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് ഇങ്ങനെ നടന്ന്. ഇർഫാനും ഡ്രസ്സ് എടുത്തതിന് പിന്നെ എനിക്കൊരു ചെക്ക് കളറ് ഒരു ക്ലോത്ത് വേണേനും. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാൻ ഇതിനു മുന്നേ ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന സമയത്തെല്ലാം ഷോപ്പിൽ ഇങ്ങനെ ചോദിക്കലുണ്ട്. എനിക്കൊരു ചെക്കിൻ്റെ ഒരു റെഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ വരുന്ന ഒരു ചെക്കിൻ്റെ ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയ സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിനായിട്ട് പരാഗിപ്പോയി ഒരു പീസ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ആടെയും എനിക്കൊരു മിറർ കിട്ടി. അവിടെ നിന്ന് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ ക്ലോത്ത് എടുത്ത് പിന്നെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായേ. പരാഗി പോയാൽ വരാൻ തോന്നില്ല. എന്താ വെച്ചാൽ എല്ലാ ടൈപ്പ് ക്ലോത്തും ആടെയുണ്ട്, എല്ലാ മോഡൽസും ആടെയുണ്ട്, എല്ലാ കളേഴ്സും ആടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയാൽ ശരിക്കും ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയിട്ട് കാണുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുക ഇവിടെ വന്നാലോ. കണ്ണൂർ ഇപ്പോൾ കുറേ പരാഗുണ്ട്. അവിടെ കയറിയാലും അങ്ങനെയാണ് തോന്നുക. നല്ല നല്ല തുണി കാണുമ്പോൾ എടുത്തിട്ട് ഓരോ മോഡൽ ഡ്രസ്സ് അടിച്ചിടണം തോന്നില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി. കാസാറാസിയിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി. ഇവിടുന്ന് എടുത്തിട്ടുണ്ടായ വീഡിയോസിലൊന്നും സൗണ്ട് ഇടാൻ പറ്റില്ല. കാരണം അവിടെ ഒരു മ്യൂസിക് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അതിന് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് തന്നെ ആ വോയിസ് ഫുൾ കട്ട് ചെയ്തിട്ടുള്ളത്. എന്തെല്ലോ മറിയോ പറയുന്നതുണ്ടായിരുന്നു, പക്ഷെ ആ വോയിസ് ഇടാൻ കഴിയില്ല. അതിലിടക്ക് എന്നോട് പറഞ്ഞ് സോൺ പേപ്പർ പെൻസിൽ സിസർ എന്നിട്ടുള്ളൊരു കളി ഉണ്ടാവില്ലേ, ചെറുതിൽ കളിച്ചൊരു ആ ഒരു ഓർമ്മക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്ന് തോന്നുന്നു കളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ 2 കൂടി കളിച്ച്. ഓള് വീഡിയോസിൽ ഇങ്ങനെ കാണലുണ്ട് തോന്നും. അപ്പം എനിക്ക് കുറച്ചെല്ലാം അറിയാം. പിന്നെ അങ്ങനെ നമ്മൾ 2 കൂടി ആ കളി കളിക്കും. ജയിച്ചാൽ ബിരിയാണി എന്നെല്ലാം പറയുന്നുണ്ട്. അത് മിക്കവാറും ഓള് യൂട്യൂബിൽ കണ്ടിട്ടാന്ന് തോന്നുന്നു. അങ്ങനെയല്ലോ എൻ്റെ ലാസ്റ്റ് ഓള് ജയിച്ച് ഓക്ക് ബിരിയാണി വേണമെന്നല്ല പറയുന്നത്. സ്റ്റാർട്ടിങ് മട്ടൺ സൂപ്പാണ് വാങ്ങിയിട്ടുണ്ടായ. പിന്നെ ബീഫ് മന്തിയും ഒരു ചിക്കൻ്റെ സൈഡ് ഡിഷോ വാങ്ങിയിട്ടുണ്ടായ. നൈറ്റിലെ ഫുഡ് എപ്പോഴും ഒപ്പരം കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുറത്ത് പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലാക്കുകയെല്ലാം ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ്. ചിലപ്പോൾ രാവിലെയും ഉണ്ടാവില്ല, ഉച്ചക്കും അങ്ങനെ ഒന്നിച്ചുണ്ടാവില്ല. അപ്പോൾ രാത്രി എല്ലാ ദിവസവും ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുക. അപ്പോൾ അത് പുറത്ത് പോയിട്ടാകുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലായിരിക്കും.
നൈറ്റ് വീട്ടിലാണെങ്കിലും നമ്മൾ രണ്ടാളും ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ ആ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പെയ്യാമ്പലത്തെ പോയിട്ടുണ്ടായി. കുറച്ച് നേരം പെയ്യാമ്പലം പോയിരിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പെയ്യാമ്പലം പോയാൽ എന്തെല്ലോ ആടുന്ന് വാങ്ങലുണ്ട്. ഫുഡ് കഴിച്ചപ്പാടായതുകൊണ്ട് ആടുന്നൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. കുറച്ച് നേരം ആടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായി. മറിയും ഇങ്ങനെ പാനിപ്പൂരി വേണം എന്ന് പറയുന്നുണ്ട്. ഒന്നും വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.